കേരളത്തിൽ ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി. ബംഗാളിൽ ബി.ജെ.പിയെ തകർത്തെറിഞ്ഞ മമതയുടെ ടി.എം.സി വൻ കുതിപ്പ് നടത്തിയതിന് പിന്നാലെയാണ് മമതാ ബാനർജി കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം ഭരണത്തിലേറാനുള്ള സാധ്യതകൾ തള്ളാതെ രംഗത്ത് വന്നത്. ചിലപ്പോഴൊക്കെ സർക്കാരുകളുടെ ആയുസ് കേവലം ഒരു ദിവസം മാത്രമായി മാറാറുണ്ടെന്നും മമത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം എൻ.ഡി.എ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റെടുക്കാനിരിക്കെയാണ് മമതയുടെ ഈ വെല്ലുവിളി. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് അവർ. കാരണം നിയമവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായും സർക്കാർ രൂപീകരിക്കുന്നതിനാൽ തന്റെ പാർട്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നാണ് അവർ പറയുന്നത്. അത്രയേറെ മോദി ഭരണത്തെ മമത വെറുക്കുന്നുണ്ട്. മോദി സർക്കാരിനെ വെറുത്തുകൊണ്ട് മമത പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: 400 സീറ്റുകൾ പറഞ്ഞവർക്ക് സ്വന്തമായി കേവല ഭൂരിപക്ഷം പോലും നേടാനായില്ല. ഇന്ത്യ മുന്നണി അവകാശവാദം ഉന്നയിക്കാത്തതിനാൽ ഒന്നും സംഭവിക്കില്ലെന്ന് കരുതരുത്. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആത്യന്തികമായി ഇത് ഒരു പുതിയ സർക്കാർ ആയിരിക്കും. പക്ഷേ അവർ കുറച്ചു ദിവസത്തേക്ക് അങ്ങനെ ഇരിക്കട്ടെ, എന്തും സംഭവിക്കാം. ഈ സർക്കാർ 15 ദിവസമെങ്കിലും നിലനിൽക്കുമെന്ന് ആർക്കറിയാം എന്നാണ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് മമത പറഞ്ഞത്. കേന്ദ്രത്തിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളുടെ സാധ്യതകൾ പൂർണ്ണമായും തള്ളാതെയാണ് മമത തന്റെ പ്രസ്താവന തുടർന്നതെന്നാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. നിലവിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ബി.ജെ.പി മുന്നണിയുടെ കെട്ടുറപ്പിനായി ടി.ഡി.പിയെയും ജെ.ഡി.യുവിനെയും പിണക്കാതെ മുന്നോട്ടു പോവുകയാണ്. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, ഡി.എം.കെ തുടങ്ങിയ സഖ്യകക്ഷികളുടെ ശക്തമായ പ്രകടനത്തിന്റെ ഫലത്തിൽ ഇന്ത്യ സഖ്യത്തിന് 232 ലോക്സഭാ സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. പാർലമെന്റിലെ 4ാമത്തെ വലിയ കക്ഷിയാണ് തൃണമൂൽ. ആദ്യ 5-ൽ 4 ഇന്ത്യ മുന്നണി അംഗങ്ങളാണ് ഉള്ളത്. എന്നാൽ ഭൂരിപക്ഷത്തിന് ആവശ്യമായ സംഖ്യയിൽ നിന്ന് അകലെയാണ് ഇപ്പോഴും മുന്നണി. എങ്കിലും മമതയുടെ പ്രസ്താവന പുതിയ സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ്. നിലവിൽ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും ഫലത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുന്നത്. ഇടയ്ക്ക് നിതീഷിന് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യ സഖ്യം നീക്കങ്ങൾ ആരംഭിച്ചു എന്ന വാർത്തകൾ വന്നുവെങ്കിലും അതൊന്നും മുന്നോട്ടു പോയിരുന്നില്ല. ഇനി എന്താവും സഖ്യത്തിന്റെ അടുത്ത നീക്കമെന്ന് കണ്ടറിയേണ്ടതാണ്. അതേസമയം നരേന്ദ്രമോദി തുടർച്ചയായി 3ാം തവണയും ഇന്ന് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യില്ലെങ്കിലും പ്രധാനപ്പെട്ട 30ഓളം മന്ത്രിമാരും പ്രധാനമന്ത്രിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. മന്ത്രിസഭയുടെ ആകെ അംഗബലം 78-നും 81-നും ഇടയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാരും ബംഗ്ലാദേശ്, മൗറീഷ്യസ്, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥികളായി പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഔദ്യോഗിക സമയം വൈകുന്നേരം 7:15 മുതൽ 8 മണി വരെയാണ്. അതായത് ചടങ്ങുകൾ 45 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാർക്ക് ഇന്ന് രാവിലെ മുതൽ സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു തുടങ്ങിയിരുന്നു. തുടർച്ചയായ 3ാം തവണയും അധികാരം ലഭിച്ചുവെങ്കിലും 10 വർഷത്തിനിടെ ഇതാദ്യമായാണ് ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകുന്നത്. ഇത് സത്യപ്രതിജ്ഞാ ചടങ്ങിലും മന്ത്രിസഭാ ഘടനയിലും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സഖ്യകക്ഷികൾ, പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും ഒന്നിലധികം മന്ത്രിസ്ഥാനങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മറ്റു പാർട്ടികളെയും സർക്കാരിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന നേതാക്കളിൽ ബി.ജെ.പിയുടെ എൻ.ഡി.എ സഖ്യകക്ഷികളുടെ പ്രതിനിധികളും ഉണ്ടാകും. അവരിൽ ചിലർക്ക് സുപ്രധാന മന്ത്രിസ്ഥാനങ്ങളും ലഭിച്ചേക്കും. ടി.ഡി.പിക്ക് 4ഉം ജെ.ഡി.യുവിന് 2ഉം മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇവരെല്ലാം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന കാര്യം വ്യക്തവുമല്ല.